Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. An answer for your question, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ മനസ്സിലൊരു ചോദ്യം വിചാരിക്കാം. ആൻഡ് അതിനെ പറ്റി എന്താണ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള ആൻസർ. ഒരു എസ് ഓർ നോ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണോ കേൾക്കേണ്ടത് അതാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് എടുക്കുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം വിചാരിക്കാം. എന്താണ് അതിനെ പറ്റിയിട്ട് നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ളൊരു ആൻസർ. An answer for your question. An answer for your question. Think about your question. ഓക്കെ, മേ ബി ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മേജറായിട്ട് എടുക്കേണ്ട എന്തെങ്കിലും തീരുമാനമായിട്ട് നിങ്ങൾ ഈ സമയം വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യം എന്ത് ചൂസ് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, മേ ബി ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത്. ആൻഡ് ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പേഷ്യൻസ്. ഓക്കെ, കാരണം ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ അറിയും. നിങ്ങൾ ഈ ഒരു സമയം മേ ബി ഇത് റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം ആയിരിക്കണം എന്നില്ല, ഓർ നിങ്ങൾ കുറച്ച് സമയം കൂടെ പേഷ്യൻസ് ആയിട്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, ചില കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമായിരിക്കാം. മേ ബി ഇതൊരു റൈറ്റ് ആയിട്ടുള്ളൊരു ടൈം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, മേ ബി ഒരു 2 ആഴ്ച ടൈം മേ ബി നിങ്ങൾക്ക് എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരു 1 വീക്ക്, വിത്തിൻ 1 വീക്ക് ഓർ 2 വീക്സ് ടൈം. ഓൾറൈറ്റ്, നിങ്ങൾക്ക് വേണ്ട ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. Let's see an answer for your question. Answer for your question. All right. Okay. സോ നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു മിറാക്കിൾ, എന്തെങ്കിലും ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓർ ഇത് നിങ്ങൾ വളരെ ഇമ്പോസിബിൾ ആയിട്ട് പല ആളുകളും വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കണം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, an answer for your question. All right, again it's a confirmation. നിങ്ങൾക്ക് ഇതൊരു റൈറ്റ് ടൈം അല്ല. ഓക്കെ, ബട്ട് ലെറ്റ്സ് സീ. ബട്ട് നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. an answer for your question. Okay. An answer for your question. എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്? ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. അത് ഈവൻ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ്, പ്രഗ്നൻസി, ചില ആളുകൾക്ക്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം അസാധ്യമായിട്ട് നിങ്ങൾക്കോ മറ്റുള്ള ആളുകൾക്കോ ഒക്കെ തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് റഷ് ചെയ്യാതിരിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുക. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു ടൈമിൽ എടുക്കുന്ന ആക്ഷൻ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു ചിന്താഗതി, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ കർമ്മ, ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ല രീതിയിൽ നിങ്ങളത് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് ആ ഒരു ജെന്യൂനിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, മിക്ക ആളുകളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു കാര്യം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കുക, എന്താണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് മെയിൻ ആയിട്ട് അത് നിങ്ങൾക്കത് സക്സസ്ഫുള്ളി നിങ്ങൾക്കത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാനും നിങ്ങൾക്കത് സാധിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ ഒരു സമയം ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു
എഫേർട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക. അതല്ല നിങ്ങൾ ചിലത് ഈ ഒരു സമയം നിങ്ങളുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം വിചാരിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോളല്ല. എസ്പെഷ്യലി പ്രഗ്നൻസി പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൺട്രോളല്ല. പക്ഷെ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഈ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ ആക്ച്വലി സംഭവിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു കൺഫർമേഷൻ ആണ് ഈ ഒരു കാര്യം. ഓക്കെ, മേ ബി ഓഗസ്റ്റ് മന്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ടൈം എടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. മേ ബി നിങ്ങൾ എന്തെങ്കിലും ലീഗൽ കൺഫർമേഷന് വേണ്ടിയിട്ടോ ഫൈനാൻഷ്യൽ ഹെൽപ്പോ ഫൈനാൻഷ്യൽ സപ്പോർട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്യാഷ് വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് എക്സാംസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ലൈഫിൽ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാം സിറ്റുവേഷൻ ഈ ഒരു കാര്യത്തിൽ അത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചില്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു മിറാക്കിൾ, ഈവൻ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റിയും ആ ഒരു കാര്യത്തിൽ ഈ ഒരു ടൈമിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ടൈം ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഒരു റീഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ഇനി ഒരു രീതിയിലും അത് വളർന്നു വരാനുള്ള റീകണക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു സിറ്റുവേഷൻ അവിടെ ജനിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അവിടെ എൻഡായി പോയി തോന്നുന്നത്, ഒരു ഗ്രോത്ത് ഇല്ല തോന്നുന്നത്, അവിടെ ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോസ്പിരിറ്റി ഉണ്ടാവുന്നുണ്ട്, നല്ല രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു പേഷ്യൻസ്, ക്ഷമ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ മസ്റ്റ് ആയിട്ട് വേണം. നിങ്ങളുടെ അത്ര ഒരു ബേണിംഗ് ഡിസയർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു കാര്യം ഡിസേർവ് ആണ്, ആ ഒരു കാര്യം റൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഇറ്റ്സ് ഓൾ എ കൺഫർമേഷൻ. എല്ലാ കാർഡ്സും കൺഫേം ചെയ്യുന്നത് നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഒരുപാട് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ കാർഡ്, ആൻ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻ. ജോബിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഒരു വലിയൊരു ഡ്രീം ജോബ്, ഡ്രീം പൊസിഷൻ നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗ്രേറ്റ് പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരു അനദർ 5 years ടൈമിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 years ടൈമിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ അത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിക്കുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പല കൺഫ്യൂഷനും ഉണ്ടാവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം, ഈ ഒരു ആഗ്രഹത്തിന്റെ മേലെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന, നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ലാത്ത പല കാര്യങ്ങളുമായിരിക്കാം ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത്, നിങ്ങളുടെ മനസ്സിലെ ചോദ്യം എന്താണോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. നിങ്ങൾ വളരെ അസാധ്യമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈസി ആയിട്ട് നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടില്ല. സോ ലൈഫ് തന്നെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് അത്ര ആഗ്രഹമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരിക. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു കാര്യം കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസിഷൻ എടുത്താലേ നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗീവ് അപ്പ്. ഓക്കെ, സോ കാരണം ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ഒരു മൊമെന്റിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമില്ല. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ അത്ര ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ നിങ്ങൾ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഗിവ് അപ്പ് ചെയ്യുന്നത് വരെ മേ ബി നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളത് സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ലാസ്റ്റ് മൊമെന്റിലും നിങ്ങൾക്കൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മേ ബി ചില ആളുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വീടൊക്കെ വിട്ട് മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അത് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിപ്പോ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കാം മേ ബി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഒരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ ട്രസ്റ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളത് അത്ര
വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓർ ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രോമിസ് ഉണ്ടാവുന്നുണ്ട് ഫ്രം ദ ഡിവൈൻ. ഓക്കെ, ഒരു സപ്പോർട്ട്, സ്ട്രോങ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, ചില മിറാക്കിൾ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, അത് എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ അത് എത്ര സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇന്ന് തന്നെ വേണം നാളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്കത് എത്ര സമയം എടുത്താലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വർക്ക് ഓൺ ഇറ്റ്. സ്പെഷ്യലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഫെർട്ടിലിറ്റി, ഓക്കെ, സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഈവൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഹോപ്പും ഒരു വർക്ക് ആവില്ല എന്ന് തോന്നുന്ന പല സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവണം. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ചില റീയൂണിയൻസ് ആയിരിക്കാം, ഹെൽത്തി ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ഫാമിലിയിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം. അത് നന്നായിട്ട് വരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബട്ട് യു നീഡ് ടു വർക്ക് ഓൺ ഇറ്റ്. ഓക്കെ, സെൽഫ് വർക്ക് ചെയ്യണം ആ ഒരു സമയത്ത്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീമിൽ ഈ ഒരു സമയം ഫോക്കസ് ചെയ്യാം. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ഷമ ഉണ്ടാവണം. ആൻഡ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായിരിക്കാം മേജർ ബ്ലോക്കേജ് ഉണ്ടായിരിക്കാം. ഓക്കെ, കാരണം എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത് പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയൊരു ഹാപ്പിനെസ് നിങ്ങൾ കണക്ട് ചെയ്യാണ്, സമാധാനം നിങ്ങൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കുള്ള വൺ ആൻഡ് ഓൺലി മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ആഗ്രഹമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ബിലീവ് ഇൻ മിറാക്കിൾ. ഓക്കെ, കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.